വിലയെന്ന് പറയുമ്പോൾ 1,20,000 രൂപയാണ് വില വരുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ, നെഗോഷ്യബിൾ ആണല്ലോ? എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ വില വരുന്നത്? അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 1,35,000 രൂപ കൊടുക്കാം. 1,35,000 രൂപ കൊടുക്കാം. ഫുൾ എമൗണ്ട് ഫിനാൻസും കൊടുക്കും. ഫുൾ ലോൺ കയറും. വില എന്ന് പറയുമ്പോൾ പാർക്കൻസൈലാണ് 1,80,000 രൂപയാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 95,000 രൂപ കൊടുത്തേക്കും. 95,000 രൂപ. അതെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 89,000 രൂപ കൊടുക്കും. 89 രൂപ. 89. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ JD കാർ പാർക്കിലാണ്. നമ്മൾ വീഡിയോ കുറച്ച് ദിവസമായി ദേദാസേട്ടനോട് ചേട്ടാ വീട്ടിലോട് സ്വാഗതം. വീട് നല്ല ബഡ്ജറ്റ് കാറാണ്, മെയിനായിട്ടുള്ള ബഡ്ജറ്റ് കാറുകളുടെ വണ്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ലൊക്കേഷൻ ആയിരുന്നു കറക്റ്റായിട്ട് പറയാമോ? ലൊക്കേഷൻ നമ്മുടെ പെരിങ്ങമലയാണ്. പെരിങ്ങമല എന്ന് പറഞ്ഞാൽ കോവളം വിഴിഞ്ഞം പെരിങ്ങമലയാണ്. തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമല. തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമല. അതെ, തിരുവനന്തപുരം പള്ളിച്ചൽ പെരിങ്ങമല. നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ? ലോൺ 2013 തൊട്ട് ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. ചേട്ടാ, ആൾട്ടോ 800. ആൾട്ടോ 2017 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. മറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. LXI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ആണ്. 2017 സിംഗിൾ ഓണർ. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 61,000 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി കണ്ടീഷനാണ്, പക്കയാണ്. മറ്റു കംപ്ലൈന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ച് ഒന്നും ഇല്ല. 2017 സിംഗിൾ ഓണർ ഓൾ ടൈം നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? അതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 2,35,000 രൂപ കൊടുക്കാം. ഫുൾ എമൗണ്ട് ഫിനാൻസും കൊടുക്കും. ഫുൾ ലോൺ കയറും. 2017 വേണ്ടി 2017. അതെ, 235. ഫുൾ ലോൺ കയറും. ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. ഇത് 2008 വണ്ടിയാണ്. 28 വരെ പേപ്പറുണ്ട്. AC, പവർ സ്റ്റിയറിംഗ് ആണ്. LXI. AC പവർ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ സീറ്റ് കവറുണ്ട്. അതിൽ ചെറിയ ഡാമേജ് ഉണ്ട്, വേറെ കുഴപ്പമില്ല. ചേട്ടാ, AC ഒക്കെ വർക്കിംഗ് ആണോ? അതെ, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. LXI ബ്ലാക്ക് കളർ. അതെ. എഞ്ചിനെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിനെല്ലാം പക്കയാണ്, വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ക വണ്ടി. അതെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 89,000 രൂപ കൊടുക്കും. 89 രൂപ. 89,000. 2008-28 പേപ്പർ. 2008-28 വരെ പേപ്പറുണ്ട്. LXI. അതെ. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഓക്കെ. അടുത്ത ബീറ്റ് ആണ്. 2013 വണ്ടിയാണ്. 13 ആണല്ലേ? 2013 ആണ്. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. 2013 ഡീസൽ വണ്ടി. ഡീസൽ നല്ല മൈലേജ് ഉണ്ട്. കിലോമീറ്റർ എത്രയായി? 2028 വരെ പേപ്പറുണ്ട്. അല്ല, 2013 അല്ലേ? 13. അതെ, വരാൻ പോണതേ ഉള്ളൂ. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? കിലോമീറ്റർ 1.19 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. വണ്ടി കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. AC പോസിറ്റീവ് 2 ഡോർ പോറന്റ് വരുന്നുണ്ട്. എല്ലാം AC വർക്കിംഗ് ആണല്ലോ? AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോയും ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ. വർക്കിംഗ് ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആണല്ലേ? ഇത്ര മൈലേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത്. വണ്ടി ഇന്നലെ 500 കിലോമീറ്റർ ഓടി. പക്കയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പ്രൈസ്? അതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 95,000 രൂപ കൊടുത്തേക്കും. 95,000 രൂപ കൊടുത്തേക്കും. ഓക്കെ, ആൾട്ടോ കേട്ടനാണ്. 2010 വണ്ടിയാണ്. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തിനകത്ത് റീടെസ്റ്റ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. AC, പവർ സ്റ്റിയറിംഗ് വരുന്ന ടൈപ്പാണ്. ഓൾട്ടോ കേട്ടനല്ലേ? ആൾട്ടോ കേട്ടനാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സീറ്റ് കവർ ഉണ്ട്, ചെറിയ സ്ലൈറ്റ് ഡാമേജ് ആണ് കേട്ടോ. AC, പവർ സ്റ്റിയറിംഗ്. അതെ, AC, പവർ സ്റ്റിയറിംഗ്. പവർ വിൻഡോ വരുന്നില്ല. പവർ വിൻഡോ വരുന്നില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എന്നാ തോന്നുന്നു. കൺഫേം ചെയ്യണം. കിലോമീറ്റർ 80 റേഞ്ച് ഒന്നും ഓടിയിട്ടുണ്ട്. ടയറ് ഫ്രണ്ടിൽ 2 പുത്തുണ്ട്, ബാക്കിൽ ഒരു 60%. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഗ്ലാസ് പൊട്ടലുണ്ട്. ഗ്ലാസ് മാറ്റി കൊടുക്കും. ഗ്ലാസ് പൊട്ടലുണ്ടല്ലേ? അതെ. അത് ഇനി നമ്മൾ മാറ്റിയ റീപ്ലേസ്മെന്റ് ഒന്നും പറയില്ല. അതുകൊണ്ടാണ് ആള് വരുമ്പോൾ മാറ്റി കൊടുക്കും. ട്രാക്ക് ഉണ്ട്, മാറ്റി കൊടുക്കും. അതെ. കാണിച്ചിട്ട് മാറ്റി. അതെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 1,35,000 രൂപ കൊടുത്തത്. 2010 റീടെസ്റ്റ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് പേപ്പറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, വേറെ കംപ്ലൈന്റ്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. ഓക്കെ, അടുത്ത വണ്ടി ഈക്കോ ആണ്. 2011 വണ്ടിയാണ്. അപ്പം 26 ഇപ്പോൾ 6-ാം മാസം വരെ പേപ്പർ ഭാഗങ്ങളുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷൻ ഓക്കെയാണ്. നിലവിൽ വേറെ മറ്റേ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടെസ്റ്റ് പറഞ്ഞാൽ ടെസ്റ്റ് 6-ാം മാസമാണ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, സീറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി കണ്ടീഷൻ 6-ാം മാസമാണോ 8-ാം മാസമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. 8-ാം മാസമാണ്. 6-ാം മാസം 8-ാം മാസമാണ്, അത് നോക്കാം. എന്തായാലും 6 അല്ലെങ്കിൽ 8-ാം മാസം. അതെ. വിലയെന്ന് പറയുമ്പോൾ 1,20,000 രൂപയാണ് വില വരുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ? എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം.
ജയസേട്ടാ അടുത്ത് മഹേന്ദ്ര ലോഗൺ ആണ്. 2012 മോഡൽ വരുന്നത്. 2028 വരെ എന്തോ ഇതിന്റെ പെർമിറ്റ് കുറച്ച് ഡൗട്ട് ഉണ്ട്. വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. ടാക്സി പെർമിറ്റ് ആണ്. ഇന്നലെ വന്നതേ ഉള്ളൂ. 28 വരെ 27 വരെ എന്തോ ഒക്കെ പേപ്പർ ഭാഗങ്ങൾ ഉണ്ട്. ഡീസലല്ലേ? ഡീസലാണ്. വണ്ടിയൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, മറ്റു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. ഇല്ല, ഒരു പ്രശ്നമില്ല. ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. എന്തായാലും 50% ഉണ്ട്. അപ്പോൾ മഹേന്ദ്ര ലോഗൺ ടാക്സി പെർമിറ്റ്. അതെ, ബാക്കി കാര്യങ്ങൾ ചേട്ടനെ വിളിച്ചറിയാം. എന്നെ നേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പേപ്പർ ഏത് ഭാഗം വരെ ഉള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നലെ വണ്ടി വന്നതേ ഉള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് കിട്ടിയില്ല. അപ്പം എന്തായാലും വീഡിയോ പോകുമ്പോൾ നമുക്ക് കമ്പനിയിൽ എക്സ്ചേഞ്ചിൽ വന്ന ഒരു വണ്ടിയാണ്. അങ്ങനെയാണ്. അതെ, അതുകൊണ്ടാണ് എൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ടാക്സി പെർമിറ്റ് ലോഗൺ നോക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം 95,000 രൂപ കൊടുത്തു. 95,000 രൂപ കൊടുത്തു. ഓക്കെ. ലോൺ കയറും 12,000. ലോണ് ടാക്സി ആയതുകൊണ്ട് ലോണ് പാടായിരിക്കും. അതെ. ജയസേട്ടാ അടുത്ത വണ്ടി പഴയ മോഡൽ വാഗണാർ. അതെ, പഴയ മോഡൽ 2004 മോഡലാണ്. 2004 മോഡലാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാല്ലേ? അതെ അതെ. ഓക്കെ. 2029 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. കിലോമീറ്റർ പഴയ വണ്ടിയല്ലേ, അത് 1 റേഞ്ച് ഒന്നും ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് കേട്ടോ? എഞ്ചിനൊക്കെ ഓക്കെയാണ്, മറ്റേ കംപ്ലൈന്റ് ഒന്നുമില്ല, വണ്ടി പെർഫെക്റ്റ് ആണ്. AC വർക്കിംഗ് ആണോ? AC ഒക്കെ വർക്കിംഗ്. AC പോസ്റ്ററിംഗ് മാത്രമേ വരുന്നത്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. 50% ടയർ ഉള്ളൂ. ഓക്കെ. അത്യാവശ്യം ഓടാന്നേ ഉള്ളൂ അല്ല? അത്യാവശ്യം ഉണ്ട്. 50% ഓടാന്നേ ഉള്ളൂ. പിന്നെ മാറേണ്ടി വരും. 50% ഉണ്ട്. ബാക്കിൽ നല്ല കണ്ടീഷൻ ടയറാണ്. ഉണ്ട്. അപ്പോൾ 2004 പഴയ മോഡൽ വാഗണാർ എത്രയ്ക്ക് കൊടുക്കാം? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75 രൂപ. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്, ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. എടുത്തെല്ലാം മാറ്റി ക്ലിയർ ആയി 75,000 രൂപ കൊടുക്കാം. അടുത്ത ഇയോൺ ആണ്. 2015 ആണ് മോഡല്. അത് AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ഓക്കെ. 2015 അല്ലേ? ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. കിലോമീറ്റർ 80 റേഞ്ച് ഓടിയിട്ടുണ്ട് അല്ലേ? ടയർ കണ്ടീഷൻ ഒരു ടയർ കൊള്ളാം. ടയറാണ്. കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് വർക്ക് വൃത്തിയിരിപ്പുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രം. വർക്കിംഗ് ആണ് കേട്ടോ? വർക്കിംഗ് ആണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷനാണ്. കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ ഇയോണ് എങ്ങനെ വില? അതിന്റെ വില എന്ന് പറയുമ്പോൾ പാർക്ക് ആൻഡ് സെയിലാണ്. 1,80,000 രൂപയാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. 2015 മോഡൽ അല്ലേ? 15 മോഡലാണ്. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ. 1,80 അവര് കിട്ടണം എന്ന് പാർട്ടി പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ലോണാണെങ്കിൽ ഒരു 1.5-1.60 ലോൺ കിട്ടും. 20,000 രൂപ ഉണ്ടെങ്കിൽ എടുക്കാം. 2009 ലോഗണാണ്. ലോഗൺ പെട്രോൾ വണ്ടിയാണ്. പെട്രോളാണ്. 2009 29 വരെ പേപ്പറാണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയൊക്കെയാണ്. ബ്ലാക്ക് ആണ്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വാഷ് ചെയ്താൽ ക്ലിയർ ആവുമല്ലോ കേട്ടോ? അതെ, ഒന്ന് സർവീസ് ചെയ്യാൻ നമ്മൾ സർവീസ് കിട്ടുമെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് ഫാബ്രിക് ആണ്. പക്ഷെ അത്യാവശ്യം അഴുക്കുണ്ടല്ലേ? അഴുക്കുണ്ട്. ഓക്കെ. അപ്പം മഹേന്ദ്ര ലോഗൺ പെട്രോൾ വണ്ടി 2009 ആണ്. 29 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. പിന്നെ എൻ്റെ റേറ്റ് എന്ന് പറയുമ്പം 99,000 രൂപ കൊടുക്കാം. 99 രൂപ. അതെ. ഓക്കെ. ഇന്നോവ അടുത്ത വണ്ടി ഇന്നോവയാണ്. ഇന്നോവ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിൽ നിന്നൊരു വണ്ടിയാണ്. 2007 ആണ്. ഡൽഹി റീ ആണ്. റീ വണ്ടിയാണ്. കിലോമീറ്റർ 2028 വരെ പേപ്പറുണ്ട്. കിലോമീറ്റർ 1.55 കാണിക്കുന്നത്. അപ്പം അത് എന്തോ നമുക്കറിയില്ല. തേർഡ് ഓണറാണ് വണ്ടി. അപ്പം നമുക്ക് പാർട്ടി കൊണ്ടിട്ടേക്കുന്നതാണ്. അത് പാർട്ടിയെ ലൈവ് വേണമെങ്കിലും അവർ കണക്ട് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. വണ്ടി ക്വാളിറ്റി ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. ഞാനും ഇടയ്ക്കടുത്ത് ഉപയോഗിക്കാറുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. G4 ആണ് വണ്ടി. 2028 വരെ പേപ്പറുണ്ട്. ഒരു 3,70,000 രൂപയാണ് അവര് ലാസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദ്യമാണ് പാർക്ക് ആൻഡ് സെയിലാണ്. അത് പാർക്ക് ആൻഡ് സെയിലാണ്. അത് ലൈവ് പാർട്ടി വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം. ലോൺ കയറില്ല. 7 അല്ലേ? 2007 ചേട്ടാ. അടുത്തത് മഹേന്ദ്ര ലോഗൺ ആണ്. 2008 വണ്ടിയാണ്. 2028 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. 8 ആണല്ലേ? ഇത് 8 ആണ്. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 90 റേഞ്ച് എന്തോ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. വണ്ടി വശം കൊള്ളാല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒരു കംപ്ലൈന്റും ഇല്ല. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ അല്ലേ? അതെ.
ഓക്കെ സീറ്റ് കവർ ഒരെണ്ണം ഡാമേജ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഡാമേജ് ഉണ്ട്. അതിനകത്ത് എ സിയും പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോയും വരും. പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? എല്ലാം വർക്കിംഗ് ആണോ കേട്ടോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്. അപ്പോൾ മഹേന്ദ്ര ലോഗൺ 2008 വണ്ടി അല്ലേ? 2008 വണ്ടി. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വരുന്നത്? അതിൻ്റെ വില 99,000 രൂപ കൊടുക്കും. 99,000 രൂപ. അതെ. ജയസേട്ടൻ അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോയാണ്. 2006 ആണ്. 2027 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ടാക്സ് ഈ മാസം തീരുന്നുണ്ട്. ഇപ്പോൾ ടാക്സ് എടുത്ത് കൊടുത്തേക്കാം. പാർക്ക് ആൻഡ് സെയിലാണ്. വില എങ്ങനെ വരുന്നത്? അപ്പോൾ ഇതിൻ്റെ വില 69,000 രൂപ കൊടുത്തേക്കാം. ടാക്സ് എല്ലാം എടുത്ത് കൊടുക്കാം. ടാക്സ് എടുത്ത് കൊടുക്കാം. ചേട്ടാ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, വീഡിയോ അതിൻ്റെ ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.